കർക്കിടകവാവ് ദിനത്തിൽ പിതൃക്കളെ ഊട്ടി ആയിരങ്ങളാണ് വൈക്കത്ത് പിതൃതർപ്പണ പുണ്യം നേടിയത്. കീറ്റിലയിൽ അരിയും എള്ളും പൂവും അർപ്പിച്ച് ജലമിറ്റിച്ച് ഹൃദയത്തിലേറ്റിയ ഒരു തലമുറയെ ഊട്ടിയതിൻ്റെ നിറവിലായിരുന്നു ജനസഹസ്രങ്ങളുടെ മടക്കം. മാതാപിതാക്കളുടെയും മറ്റു ഉറ്റവരുടെയും ഓർമ്മകളിൽ പലരും വിങ്ങി. കാർമികർ ചൊല്ലിയ മന്ത്രം ഏറ്റുചൊല്ലി ഇലയിൽ ഇറ്റിച്ചത് പലരുടെയും കണ്ണുനീർ തുള്ളി കൂടിയായിരുന്നു. കർമ്മങ്ങൾക്ക് ശേഷം ഇലച്ചിന്തുമായി തലയ്ക്ക് ചുറ്റി നീറ്റിലൊഴുക്കി മുങ്ങിയാണ് പിതൃതർപ്പണ ചടങ്ങ് പൂർത്തിയാക്കിയത്. ഉദയനാപുരം പിതൃകുന്നം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുലർച്ചെ തുടങ്ങിയ ചടങ്ങ് ഉച്ചവരെ നീണ്ടു. കോട്ടയം, എറണാകുളം ജില്ലകളിൽ നിന്ന് ആയിരങ്ങളാണ് ഇവിടെ ബലിതർപ്പണ പുണ്യം തേടിയെത്തിയത്. 24 കൗണ്ടറുകളും 10 കാർമികരെയും ഒരുക്കിയാണ് ക്ഷേത്രം ഭക്തരെ വരവേറ്റത്. പിതൃകൾക്ക് നിത്യമോക്ഷം നൽകുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് പിതൃകുന്നം ക്ഷേത്രമെന്നാണ് വിശ്വാസം. ഇവിടെ ബലിതർപ്പണം നടത്തിയാൽ 7 തലമുറയ്ക്ക് മോക്ഷം കിട്ടുമെന്നും വിശ്വസിക്കുന്നു. വടക്ക് കിഴക്ക് ഭാഗത്തെ ഗണപതി സാന്നിധ്യമുള്ള കുളത്തിലാണ് ഇവിടെ പിതൃതർപ്പണം നടത്തുന്നത്. ഊരാഴ്മക്കാരായ 108 ഇല്ലങ്ങളിൽ ഒന്നായ നാരായണനെല്ലൂർ മനയിലെ കാരണവർ പതിവ് സ്നാനത്തിൽ തർപ്പണം ചെയ്യവേ 2 കൈകൾ ഉയർന്നതായും മോക്ഷം നേടിയ അശരീരി കേട്ടുവെന്നും പറയപ്പെടുന്നു. ഈ പുണ്യം ഭക്തർക്കും ലഭിക്കണമെന്ന അപേക്ഷ പ്രകാരമാണ് വ്രതനിഷ്ഠയോടെ ഇവിടെ പിതൃതർപ്പണ ചടങ്ങ് നടത്തുന്നത് എന്നാണ് വിശ്വാസം. തുറുവേലിക്കന്ന് ധ്രുവപുരം, ആറാട്ടുകുളങ്ങര ക്ഷേത്രം, ചെമ്മനത്ത് ക്ഷേത്രം, ടി.വി.പുരം ക്ഷേത്രം എന്നിവിടങ്ങളിലും SNDP ശാഖകളുടെ നേതൃത്വത്തിലും മറ്റ് നിരവധി ക്ഷേത്രങ്ങളിലും പിതൃതർപ്പണ ചടങ്ങ് നടന്നു. ക്ഷേത്രശാന്തിമാരും മറ്റ് കാർമ്മികരും ക്ഷേത്രം ഭാരവാഹികളും ചേർന്നാണ് വിവിധ ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങിന് സൗകര്യമൊരുക്കിയത്. ന്യൂസ് ടീം, വൈക്കം വാർത്ത.